റിസൾട്ട് വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് A+ നഷ്ടമായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു നമ്മുടെ മാത്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുമ്പോഴും മാത്സ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പലർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി എന്റെ കുട്ടികൾ ആദ്യം മുതൽ പഠിക്കുകയാണെങ്കിൽ മാത്സിൽ A+ വാങ്ങുക പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ മാത്സിൽ എങ്ങനെ നിങ്ങൾക്ക് A+ നേടാൻ സാധിക്കും, അതിനുള്ള ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് ആയിട്ടാണ് മിസ് വന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ എന്റെ കുട്ടികൾക്ക് മാത്സിൽ പഠിക്കാനുണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മിസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത്, ആദ്യം മുതൽ അവസാനം വരെ കുട്ടികൾ ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ടോട്ടൽ 13 ചാപ്റ്റേഴ്സ് ആണ്. ഈ 13 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് എവിടെ പഠിക്കാനുണ്ട്, നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന് ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജൂൺ 1-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. ജൂൺ 1-ാം തീയതി നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ 1-ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ജൂൺ 1-ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റത്തെ എക്സാം എന്ന് പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഒരു ഓണപ്പരീക്ഷ ഫേസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ ഓണപ്പരീക്ഷ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂണിൽ നമ്മുടെ ക്ലാസ് തുടങ്ങി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് നമ്മുടെ ഓണപ്പരീക്ഷയുടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.5 മാസം. ഈ 2.5 മാസത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഈ 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ക്ലാസ്സസ് ഒന്ന് തുടങ്ങി എന്താണ് SSLC മാത്സിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്നൊന്നും നമ്മൾ മെല്ലെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആദ്യത്തെ പരീക്ഷ വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ എടുക്കുന്ന ചാപ്റ്റേഴ്സ് അന്നൊന്നും പഠിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പണിയായിരിക്കും നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു റിയാലിറ്റി എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതേപോലെ തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മക്കൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാമസ് ഇപ്പോൾ എഴുതാണ് 2, 4, 6, 8. അടുത്ത നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് അടുത്തതെന്ന് പറയുന്നത് 10 ആണ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ചോദിച്ചാൽ നിങ്ങൾ പറയും എന്താണ് 12 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു നമ്പർ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇങ്ങനെ നമുക്ക് ഇവിടെ 2 ഇൻക്രീസ് ചെയ്ത് 2 ഇൻക്രീസ് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾക്കൊരു നമ്പർ പാറ്റേൺ ഇവിടെ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള നമ്പർ പാറ്റേൺ ആണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സമാന്തര ശ്രേണി എന്നുള്ളതും അതേപോലെ തന്നെ ഈ സമാന്തര ശ്രേണിയുടെ പൊതുരൂപം എങ്ങനെയാണ്, തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ 1-ാമത്തെയും 3-ാമത്തെയും ചാപ്റ്റേഴ്സിലായിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ 2-ാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. ഈ സർക്കിൾ ഉള്ളിലുള്ള ആംഗിൾസിന്റെ പ്രത്യേകതകളാണ് നിങ്ങൾ ഇവിടെ പഠിക്കുക. അതേപോലെ തന്നെ മൈനർ ആർക്ക് എന്താണ്, മേജർ ആർക്ക് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഈ ആംഗിളിന്റെ പ്രത്യേകത എന്ത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ 2-ാമത്തെ ചാപ്റ്ററിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ഒരു പുതിയൊരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഇപ്പോൾ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാപ്റ്റർ ആണ്. നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് കമ്പൈൻ ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓണപരീക്ഷയ്ക്ക് മാത്രമല്ല നമ്മുടെ പബ്ലിക് എക്സാമിന് വരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് നമ്മുടെ 1-ാമത്തെയും 3-ാമത്തെയും ചാപ്റ്റർ എന്ന് പറയുന്നത്. അത്രയും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. അതേപോലെ തന്നെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഇപ്പോൾ മിസ് എന്താണെന്നുള്ളത് പറഞ്ഞു. സർക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരച്ച് പഠിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം കിട്ടിയാൽ അതിനെ നമ്മൾ ഒന്ന് റഫ് ഫിഗറൊക്കെ ഒന്ന് വരച്ച് നോക്കി അങ്ങനെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. അതേപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം. സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ പ്രോബബിലിറ്റി ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്, എന്നിട്ട് നമ്മളുടെ അടുത്ത് പറയുകയാണ് ഇന്ന ദിവസം ഇത്ര ആൺകുട്ടികൾ വരാനുള്ള സാധ്യത. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോയിൻ എറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡൈസ് എറിയുന്ന സമയത്ത് 2 ഡൈസ് എറിയുന്ന സമയത്ത് 2ലും ഒറ്റ സംഖ്യകൾ കിട്ടാനുള്ള സാധ്യത, 2 ഡൈസിന്റെ മുകളിലും ഇരട്ട സംഖ്യകൾ ഈവൺ നമ്പേഴ്സ് വരാനുള്ള സാധ്യത. അതുമാതിരിയുള്ള സാധ്യതകളുടെ ഗണിതമാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ 4-ാമത്തെ ചാപ്റ്റർ. പിന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ 2-ാം കൃതി സമവാക്യങ്ങൾ അല്ലെ. AX² നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. AX² + BX + C എന്നുള്ളതാണ് ഒരു 2-ാം കൃതി സമവാക്യത്തിന്റെ പൊതുവായിട്ടുള്ള രൂപം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് എൻ്റെ കുട്ടികൾക്ക് ഫസ്റ്റ് ടേമിൽ ഫേസ് ചെയ്യാനുണ്ടാവുക.
അതിനുശേഷം നമ്മുടെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് സെക്കൻഡ് ടേം എക്സാമിന്. ഈ സെക്കൻഡ് ടേം എക്സാമിന് നിങ്ങൾക്ക് ഇതാ 6ാമത്തെ ചാപ്റ്റർ തൊട്ട് 11ാമത്തെ ചാപ്റ്റർ വരെയാണ് നിങ്ങൾക്കുള്ളത്. ഏകദേശം 5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് ക്രിസ്മസ് എക്സാമിന് മാത്രമായിട്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വില്ലനായിട്ട് കാണുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ട്രിഗ്നോമെട്രി. ആദ്യമായിട്ട് നിങ്ങൾ സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണെന്നൊക്കെ പഠിക്കുന്നത് ട്രിഗ്നോമെട്രിയിലാണ്. ട്രയാങ്കിളിന്റെ റേഷ്യോ, അതായത് ഇപ്പോൾ നമ്മൾ നോർമലി കാണുന്ന നമ്മുടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ ഈ റൈറ്റ് ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടെ 45 ഡിഗ്രി ആണ്, ഇവിടെ 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അത്തരത്തിൽ നിങ്ങൾ ട്രയാങ്കിളിന്റെ റേഷ്യോസ് പഠിക്കും. പിന്നെ എന്താണ് സൈൻ എന്താണ്, കോസ് എന്താണ്, അതേപോലെ തന്നെ ടാൻ എന്താണ്. ഈ ടാൻ റിലേറ്റഡ് ആയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ ഒക്കെ ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, മരത്തിന്റെ ഉയരം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നത് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലായിരിക്കും കേട്ടോ. അതിനുശേഷം വരുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സൂചക സംഖ്യകൾ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മുടെ ഗ്രാഫ് പേപ്പർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ്. ഒരു ഈസി ചാപ്റ്റർ ആണ് കോർഡിനേറ്റ്സ്. വലിയ ടഫ് അല്ല, ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അടുത്തെന്ന് പറയുന്നത് ടാൻജന്റ് ആണ്. ടാൻജന്റ് നമുക്കറിയാം എന്താണ്. ഇപ്പോൾ ഒരു സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് നമ്മൾ ടാൻജന്റ്, തൊടുവര എന്ന് പറയാം. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് തിയറം പ്രൂഫ് പോലെയുള്ള കാര്യങ്ങൾ തെളിയിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ് കേട്ടോ. ടാൻജൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് തെളിയിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. തൊടുവര എന്നാണ് മലയാളത്തിൽ പറയുക. പിന്നെ അടുത്തത് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ബഹുപദങ്ങളും സമവാക്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്. പിന്നെ സർക്കിൾസ് ആൻഡ് ലൈൻസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, സർക്കിൾ ആൻഡ് ലൈൻസ്, ടാൻജൻസ്, ഇതെല്ലാം പരസ്പരം കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ വരുന്നത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര. ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുമ്പോൾ പാരലലോഗ്രാമിന്റെ കോർഡിനേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ ഒരു വരയുടെ ചെരിവ്, ഈ കാര്യങ്ങൾ, ഒരു വരയുടെ ചെരിവ് മാത്രമല്ല ഒരു വരയുടെ ഇക്വേഷൻ, സമവാക്യം എന്ത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലായിരിക്കും പഠിക്കുക. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, സെക്കൻഡ് ടേം എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാമിന് വെറും 2 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഈ ഒരു അക്കാദമിക് ഇയറിൽ പഠിക്കുന്ന 13 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എവിടെ വരുന്നുണ്ട്, ഈ ഒരു പബ്ലിക് എക്സാമിന് വരുന്നുണ്ട്. 13 ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്ന ഒരു പരീക്ഷയാണ് നിങ്ങളെ പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. ഇവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റുന്നത്. ഈ 13 ചാപ്റ്റേഴ്സ് നിങ്ങൾ മാത്സ് എക്സാമിന്റെ തലേന്ന് പഠിക്കാനിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് പഠിച്ചെത്താൻ കഴിയില്ല. കാരണം ഒരുപാട് ഫോർമുലാസ് വരുന്നുണ്ട്, ഫിഗേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് കോൺസെപ്റ്റുകൾ, ഒരുപാട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ മാത്സ് എന്ന് പറയുന്നത്. എല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് പഠിക്കാനിരുന്നാൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ 13 ചാപ്റ്റേഴ്സിലെ ഈ 2 എണ്ണമായിരിക്കും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് പുതുതായിട്ട് പഠിക്കുന്നത്. സോളിഡ്സ്, സ്റ്റാറ്റി. സോളിഡ്സ് കുറച്ചധികം മനസ്സിലാക്കി പഠിക്കാനുണ്ട്, പക്ഷേ സ്റ്റാറ്റി വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, സ്ഥിതി വിവര കണക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഉണ്ടായിരിക്കും. ഈ ചാപ്റ്റേഴ്സ് എല്ലാം എൻ്റെ കുട്ടികൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അത്യാവശ്യമാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, ചില ചാപ്റ്റേഴ്സ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്, ചിലത് കുറച്ച് എന്താണ് ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ചില ചാപ്റ്റേഴ്സിൽ ഫോർമുലാസ് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ചില ചാപ്റ്ററിലെ കോൺസെപ്റ്റിന്റെ കൂടെ തന്നെ നമ്മൾ നന്നായിട്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ രീതിയിലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ഡെയിലി റുട്ടീൻ നിങ്ങൾ ഉണ്ടാക്കണം പഠിക്കുന്ന രീതിയിൽ. അതായത് ഇപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ മാത്സിന് വേണ്ടി 1 മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് ടഫ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മാത്സിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചധികം സമയം നിങ്ങൾ മാത്സ് പഠിക്കാൻ മാറ്റി വയ്ക്കണം. അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യേണ്ട ഓരോരോ ടെക്നിക്കാണ്. ഒന്ന് ചാപ്റ്റർ വൈസ് സ്ട്രാറ്റജി. ഓരോ ചാപ്റ്റർ പഠിക്കാനും ഓരോരോ സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ ചുമ്മാ വായിച്ചു വിട്ടാൽ പോരാ, നന്നായിട്ട് ചെയ്ത് പഠിക്കണം. സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ടാൻജൻസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ റഫ് ഫിഗർ ഒക്കെ വരച്ച് ആ രീതിയിൽ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിലൊക്കെ ഫോർമുലാസ് വരുന്നുണ്ട്. ആ ഫോർമുലാസ്, സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഫോർമുല ഷീറ്റ് ഒക്കെ ഉണ്ടാക്കി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിക്കുക. അപ്പോൾ ഓരോ ചാപ്റ്റർ പഠിക്കാനും ഓരോ രീതിയാണ്, അത് അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. എല്ലാ ചാപ്റ്ററും ഒരേ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ചാപ്റ്ററിനും
വേണ്ട രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർമുല ഷീറ്റ് ആദ്യം മുതലേ ഉണ്ടാക്കുക. എക്സാമിൻ്റെ തലേന്ന് ഉണ്ടാക്കേണ്ട ഒരു സാധനമല്ല ഫോർമുല ഷീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചാൽ ആ ഒരു ചാപ്റ്ററിൽ വരുന്ന എല്ലാ ഫോർമുലാസും അപ്പം തന്നെ ഒരു ഷീറ്റിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോർമുല ഷീറ്റ് എക്സാമിൻ്റെ സമയത്ത് റിവിഷൻ ടൈമിൽ വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വീക്ക്ലി നിങ്ങൾ റിവിഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഒരു വീക്ക്ലി പഠിക്കുന്ന ചാപ്റ്റേഴ്സ്, ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു, രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചു, മൂന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു, എല്ലാം കഴിഞ്ഞ് റിവൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഫുള്ള് റിവൈസ് ചെയ്യുക. രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും രണ്ടും കൂടി റിവൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. നിങ്ങൾ ഒരു തവണ റിവിഷൻ ചെയ്ത സാധനങ്ങൾ പിന്നെ ഒരിക്കലും നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് പോവില്ല. അപ്പോൾ റിവിഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ സിലബസ് മാറിയതിന് ശേഷം പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വന്നത് അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓണപരീക്ഷയുടെയും ക്രിസ്മസിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നിങ്ങൾ പഠിക്കണം. ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ഒരിക്കലും ചെയ്യരുത്. എന്താണ്, മാത്സ് എക്സാമിന് മുന്നേ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ടഫായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാതെ കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് മാത്സിന് ചേരില്ല. അത് മാത്സ് പഠിക്കേണ്ട രീതിയല്ല. കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് മാത്സിൽ പറ്റുന്ന പരിപാടിയല്ല. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാം നന്നായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ എന്നാൽ ഈ ചാപ്റ്റർ വിട്ട് കളയാം എന്നും വിചാരിക്കരുത്. കാരണം 13 ചാപ്റ്ററും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിവൈസ് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് എല്ലാ കുട്ടികളും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മാത്സിന് ഫുൾ A+, മാത്സിന് A+ വേണം, ഫുൾ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, റിവിഷൻ ചെയ്യുക, സ്മാർട്ട് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക. അതായത് ചാപ്റ്റർ വൈസ് സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു അക്കാദമിക് ഇയറിൽ അടിപൊളിയായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മിന്നൽ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു മിന്നൽ ബാച്ചിൽ നിങ്ങൾക്ക് 999 ഫീസിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ലൈവ് ലെക്ചേഴ്സ് വരുന്നുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ്, ഫോർമുല ഷീറ്റ്, മൈൻഡ് മാപ്പ്, ഷോർട്ട് നോട്ട്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു മിന്നൽ SSLC ബാച്ചിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതും വെറും 999 ഫീസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്സിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും A+ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മിന്നൽ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഒട്ടും ഇനി ലേറ്റ് ആക്കേണ്ട. ഈ ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ തന്നെ, ഈ ഒരു ഓഫറിൽ തന്നെ നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ആൻഡ് ഈ ഒരു കാര്യം മറക്കരുത്, മാത്സിന് A+ വാങ്ങുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ആദ്യം മുതൽ വേണം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.